പുറമെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അവരുടെ എന്തെങ്കിലുമൊക്കെ യാത്രകളിലൊക്കെ സങ്കടങ്ങൾ പറയും. ഞാനതിങ്ങനെ കഥ പോലെ എൻ്റെ മൈൻഡിൽ അടവെക്കും. പിന്നീട് ഒരു പാട്ടിന് സിറ്റുവേഷൻ വരുമ്പോൾ അവരെ ഓർത്തുകൊണ്ട് തന്നെ അതിലൊരു സാധനമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പം അവൻ്റെ വൈഫായിട്ട് ജീവിക്കുന്നുണ്ട് അവള്. അവൻ കാണുമ്പോൾ അവന് മനസ്സിലായും, യൂനിസ്. അവന് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ചുമന്നൊരു പൂവില്ലേ, നമ്മളിവിടെ ഇങ്ങനെ നെറ്റിയിൽ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു കായൊക്കെ ഉണ്ടാകുന്ന, എനിക്കതിൻ്റെ ഇതൊന്നും അറിയില്ല. അതാ സാധനമല്ല, കടലാസ് പൂവല്ല, മറ്റേ ഞങ്ങളെ നാട്ടിൽ പൊട്ടിക്കക്കായി എന്നൊക്കെ പറയും, ചുമന്ന പൂ. അതൊരു സീസണിൽ ഉണ്ടാകുന്നത്, വേനലിലാന്ന് തോന്നുന്നു. അതിന് ചോട്ടിൽ കോളേജിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി. അതിൻ്റെ നാടറിയില്ല, പേരറിയില്ല. അങ്ങനെ അവൻ്റെ പ്രണയത്തിൻ്റെ ആദ്യാനുഭവം പറഞ്ഞു. ഞാനത് പിന്നീടൊരു തൊട്ടടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത്, പെണ്ണേ നിന്നെ അന്നൊരു നാളിൽ പൂമരച്ചോലയിൽ കണ്ടു ഞാൻ, പൂവോ നീയോ അഴകെന്നറിയാൻ അതിശയമോടെ നിന്നു ഞാൻ, അഴകും നീ തന്നെ അതിശയമലരും നീ തന്നെ, പ്രിയമുള്ളവളെ ചൊല്ലുമോയൻ പ്രിയതമയായി നീ മാറുമോ, മുഹബത്താൽ നീ കൂടുമോയൻ മെഹബൂബായി ചേരുമോ, പേരറിയാതെ നാടറിയാതെ പ്രേമം കൊണ്ടു നടന്നു ഞാൻ, ഇഷ്ടം എന്നത് നീ അറിയാനായി ഇഷ്കും പേറിയലഞ്ഞു ഞാൻ. ഈ പാട്ട് ഇത് വേറൊരു ടൈപ്പാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ അനുഭവം പറയുമ്പോൾ നമ്മളത് സ്പോട്ടിൽ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് അത് തന്നെ ഒരു പിന്നെ സാഹിത്യമൊന്നും അധികം ഇല്ലാതെ നമ്മൾ കൊളോക്കിയൽ ഭാഷയിൽ പറയുന്ന പോലെ എഴുതുന്ന അങ്ങനെ കുറേ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഒരു സിറ്റുവേഷൻ പാട്ട് അങ്ങനെ ഉണ്ടായത്, പിന്നെ ഞാൻ ഒരിക്കൽ കാസർഗോഡ് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കോഴിക്കോട് അടുത്ത പ്രോഗ്രാമിന് പങ്കെടുക്കണം. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വലിയ താടിയുള്ള, എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം, റിയാസ് ഞങ്ങളെ ഏജയെന്ന് വിളിക്കും. ഏജ ഭയങ്കര സ്പീഡിൽ വണ്ടിയെടുത്ത് ആംബുലൻസിൻ്റെ പിന്നാലെയൊക്കെ എങ്ങനെങ്കിലും എന്നെ പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോൾ ഞാൻ സ്പോട്ടിൽ ഞാൻ പറയടാ, നാളെ നമ്മൾ ഈ നേരത്തെ എവിടെയായിരിക്കും, ആശുപത്രിയിലോ കബറിലോ എന്ന് ചോദിക്കുന്നു. തൊട്ടടുത്ത് എനിക്ക് തോന്നി ഇതൊരു മെസ്സേജ് സോങ് ആക്കിയാൽ എന്താണ്. അപ്പം തന്നെ പിന്നെ മൊബൈലിൽ പാടി റെക്കോർഡ് ചെയ്ത സാധനമാണ്. നാളെ നേരത്ത് ഞാൻ എവിടെയാണെന്ന് നാഥൻ നീയല്ലാതെ ആരറിയാൻ, നിന്റെ ഈ പാടത്ത് നന്മ കൊയ്യാൻ വന്ന് നീളുകയാണ് ഞാൻ നേരറിയാൻ, നാളെ നേരത്ത് ഞാൻ എവിടെയാണെന്ന് നാഥൻ നീയല്ലാതെ ആരറിയാൻ. അങ്ങനെ ഒരുപാട് സംഭവം. പിന്നെ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളാണ് മിക്കവാറും പാട്ടിലുള്ളത്. എനിക്ക് കിട്ടിയ തേപ്പും എൻ്റെ പ്രണയത്തിലെ നല്ല കാലവും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രണയത്തിലെ നല്ല കാലങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച് കൊണ്ടുവരിക്കുന്ന സൂഫിസ് എന്ന് പറയുന്ന അതിനകത്തൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം അതിനകത്ത് കിട്ടുന്ന പുതിയ അറിവുകൾ, ഇതൊക്കെയാണ് പിന്നത്തെ പാട്ട് എഴുത്ത്.